ഹലോ എവരിവൺ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റ്, അതിൻ്റെ ടൈപ്സ് എന്തെല്ലാമാണ്, അതിലെ മേജർ ആയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തെല്ലാമാണ് എന്നുള്ളതാണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്താണ് എൻവയോൺമെന്റ്? എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഒരു എൻറ്റിറ്റിയുടെ അതിൻ്റെ സറൗണ്ടിങ്സ്, അതിൻ്റെ ഒബ്ജക്ട്സ് എന്തെല്ലാം ഉണ്ടോ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എല്ലാ ഫാക്ടേഴ്സും ഉൾപ്പെടുന്ന ഒരു കാര്യത്തിനാണ് എൻവയോൺമെന്റ് എന്ന് നമ്മൾ പറയും. ഒരു ബിസിനസ് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന എല്ലാ ഫാക്ടേഴ്സും അതിൻ്റെ അകത്ത് പെടും. അത് ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റ് ആകുമ്പോൾ ഇന്റർനാഷണൽ ബിസിനസ് ആക്ടിവിറ്റീസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എല്ലാ ഫോഴ്സസും ഫാക്ടേഴ്സും ആക്ടിവിറ്റീസും അതിൻ്റെ അകത്ത് പെടും. അതിൽ പ്രധാനമായിട്ടും ഇന്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സും ഉണ്ട്, എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫാക്ടേഴ്സും അതിൻ്റെ അകത്ത് ഉണ്ട്. ഇതിൽ ഇന്റേണൽ ഫാക്ടേഴ്സിൽ ഒരു ഓർഗനൈസേഷൻ്റെ, ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ്റെ അകത്ത് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അതിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന എല്ലാ ഫാക്ടേഴ്സും ഇന്റേണൽ ഫാക്ടേഴ്സിലാണ് പെടും. അത് മെജോറിറ്റി കൺട്രോളബിൾ ആയിരിക്കും, വിതിൻ ദി ഓർഗനൈസേഷൻ ബൗണ്ടറീസ് ആയിരിക്കും. നിങ്ങൾ ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുന്ന സബ്ജക്റ്റ് പഠിച്ച കുറേ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് വരും. ഓർഗനൈസേഷൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ വിഷൻ, മിഷൻ, അതിൻ്റെ ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ്, മാർക്കറ്റിംഗ് ഓപ്പറേഷൻ ഫാക്ടേഴ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്താണ്. അതുപോലെ ഹ്യൂമൻ റിസോഴ്സ്, അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ടൈപ്സ്, അവരെ ഇൻക്ലൂഡ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്, അതെല്ലാം ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷന് മാത്രം ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം ഇന്റേണൽ ആയിട്ടുള്ള എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ശരിക്കും അതിൻ്റെ കോമ്പിറ്റൻസി, ഒരു ഓർഗനൈസേഷൻ്റെ കോമ്പിറ്റൻസി ശരിക്കും ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ പറയുന്ന ഇന്റർനാഷണൽ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സിന്റെ സ്ട്രെങ്ത് ആണ്, സ്ട്രെങ്ത് വീക്ക്നെസ്. പിന്നെ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ മെജോറിറ്റി അൺകൺട്രോളബിൾ ആയിരിക്കും. ഓർഗനൈസേഷന്റെ ബൗണ്ടറിക്ക് പുറത്തായിട്ടുള്ള ഫാക്ടേഴ്സ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുക. അത് പ്രധാനമായിട്ടും രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് മാക്രോ ഫാക്ടേഴ്സും മൈക്രോ എൻവയോൺമെന്റ് ഫാക്ടേഴ്സും. ഇതിൽ മൈക്രോ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ബിസിനസിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയാണ് പ്രധാനമായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ ഇൻഫ്ലുവൻസിങ് ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരാണ്. ഒന്ന് സപ്ലയേഴ്സ്, കസ്റ്റമേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ്, ഇന്റർമീഡിയറീസ്, റെഗുലേറ്റേഴ്സ്, അത് ഗവൺമെന്റ്, പിന്നെ പബ്ലിക്. ഇതെല്ലാം ശരിക്കും ഇൻഫ്ലുവൻസിങ് ഗ്രൂപ്പ്സ് ആണ്. ഇതിൽ മാക്രോ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് ആണ് നമ്മൾ പ്രധാനമായിട്ടും നോക്കാനായിട്ട് പോകുന്നത്. മാക്രോ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ സെലക്ട് ഫാക്ടേഴ്സ് നിങ്ങൾ ഓൾറെഡി പഠിച്ചു പോയിരിക്കുന്ന ഒരു കാര്യമാണ്. സോഷ്യൽ, ലീഗൽ, എക്കണോമിക്കൽ, പൊളിറ്റിക്കൽ ആൻഡ് ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്. പ്രധാനമായിട്ടും മാക്രോ എൻവയോൺമെന്റ് ഫാക്ടേഴ്സിൽ ഇതാണ് കൂടുതലും ഒരു ഓർഗനൈസേഷന്റെ ബിസിനസിനെ അഫക്റ്റ് ചെയ്യുകയും ഇഫക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഇത് കൂടാതെ ഒരു ഓർഗനൈസേഷൻ ഡീൽ ചെയ്യേണ്ട 3 തരത്തിലുള്ള എൻവയോൺമെന്റ് ഉണ്ട്. 3 കൈൻഡ്സ് ഓഫ് ഫോഴ്സസ് എന്നാണ് തന്നെ പറയുന്നത്. ഒന്ന് ഡൊമസ്റ്റിക് എൻവയോൺമെന്റ്, 2 ഫോറിൻ എൻവയോൺമെന്റ്, 3 ഇന്റർനാഷണൽ എൻവയോൺമെന്റ്. ഡൊമസ്റ്റിക് എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ ഒരു ഹോം കൺട്രിയിൽ ഒരു ഓർഗനൈസേഷൻ ഡീൽ ചെയ്യേണ്ടി വരുന്ന കൺട്രോളബിൾ ആൻഡ് അൺകൺട്രോളബിൾ ആയിട്ടുള്ള എല്ലാ ഫോഴ്സസിനെയും ഫാക്ടേഴ്സിനാണ് ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഫോറിൻ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിന് പുറത്ത് ഒരു ഓർഗനൈസേഷൻ ഡീൽ ചെയ്യേണ്ടി വരുന്ന എല്ലാ അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഫോഴ്സസിനെയാണ് ഫോറിൻ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഡൊമസ്റ്റിക് ഫോഴ്സസിന്റെയും ഫോറിൻ എൻവയോൺമെന്റ് ഫാക്ടേഴ്സിന്റെയും ഇന്ററാക്ഷൻ കൊണ്ടുണ്ടാവുന്ന എന്തെല്ലാം ഫോഴ്സസും ഫാക്ടേഴ്സും ഉണ്ടോ അതെല്ലാമാണ് ശരിക്കും ഒരു ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റ് ഫാക്ടേഴ്സിൽ ഇതിൻ്റെ അകത്ത് വരിക. അപ്പോൾ ഇത് മൂന്നിനെയും ഒരു ഓർഗനൈസേഷൻ ഒബ്സർവ് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും അതിനോട് എത്രത്തോളം ബെറ്റർ ആയിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം അഡാപ്റ്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഓർഗനൈസേഷൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് മാറും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്റർനാഷണൽ ബിസിനസ് എൻവയോൺമെന്റിലെ പ്രധാനപ്പെട്ട കോമ്പോണൻസ് ഏതെല്ലാം. പ്രധാനപ്പെട്ട കോമ്പോണൻസ് സോഷ്യൽ കൾച്ചറൽ ഫാക്ടേഴ്സ്, ടെക്നോളജിക്കൽ ഫാക്ടേഴ്സ്, എക്കണോമിക് ഫാക്ടേഴ്സ്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ്, ഇന്റർനാഷണൽ ഫാക്ടേഴ്സ് ആൻഡ് നാച്ചുറൽ ഫാക്ടേഴ്സ്. ഇതിനെ സ്റ്റെപ്പിൻ എന്നും പറയാറുണ്ട്. അപ്പൊ സെലക്ട് ഫാക്ടേഴ്സിന്റെ
ഒരു എക്സ്റ്റൻഷൻ പോലെ ഇന്റർനാഷണൽ ഫാക്ടേഴ്സിനെയും നാച്ചുറൽ ഫാക്ടേഴ്സിനെയും കൂടി അതിൻ്റെ അകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കോമ്പോണൻസ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം.